ഒരു ദിവസം എന്തൊക്കെ ഫുഡ് കഴിക്കണം നമ്മൾ നല്ലൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ? അപ്പോൾ ഫുഡാണ് മെയിൻ സംഭവം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനൊപ്പം സപ്ലിമെൻറ്റോ എന്ത് തന്നെ കഴിച്ചാലും നമ്മുടെ ഡയറ്റ് പക്കയല്ല എന്നുണ്ടെങ്കിൽ എല്ലാം വെറുതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ എല്ലാ മീലിലും നമ്മൾ എത്ര മീൽ കഴിക്കുന്നുണ്ടോ, ഇപ്പോൾ ഒരു ബോഡി ബൾക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ടൈമിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 7 മണിക്ക് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 മുട്ട ആഡ് ചെയ്യാം, എഗ്ഗ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 7 മണി കഴിഞ്ഞാൽ 8, 9, 10, 11 മണി, ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് സെക്കൻഡ് മീൽ എന്നുള്ള ലെവലിലേക്ക്, ബൾക്കിങ്ങിനാണ് പറയുന്നത്, സെക്കൻഡ് മീൽ എന്നുള്ള ലെവലിലേക്ക് ഇടുക. അതിലും നമുക്ക് കാർബും എന്താണോ കാർബ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് ഈ മാക്സിമം ഓയിൽ അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോൾ സാധാരണ 11 മണിക്ക് പറഞ്ഞാൽ ചായയും കടിയും കുടിക്കുന്ന ടീമുണ്ടാവും, അല്ലെങ്കിൽ പൊറാട്ടയും ഇതൊക്കെ കഴിക്കുന്ന ടീമാണ്. അപ്പോൾ ഈ ഓയിലായിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കല്ല ഒഴിവാക്കുക. പിന്നെ അതിൻ്റെ കൂടെയും നമുക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 11 മണിക്കാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വല്ല ചപ്പാത്തിയോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചിക്കൻ കറിയോ ഒക്കെ കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് നല്ല ചോറ് കഴിക്കാം. അതായത് ഒരു 11 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ 12, 1, 2 മണി ആ ടൈം ആകുമ്പോഴേക്കും നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അതിൽ റൈസ്, കുറച്ച് വെജിറ്റബിൾസ്, അതേപോലെ ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ്, ബീഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പ്രോട്ടീനായിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 4 മണി ടൈമിലുണ്ട്, മീൻസ് ഞാൻ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രീ വർക്കൗട്ട് മീലായിട്ട് അതിലൊരു സ്വീറ്റ് പൊട്ടാറ്റോ, ചിക്കൻ, അതെങ്ങനെ എന്തെങ്കിലും കഴിക്കാം. നല്ല വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 1 hour മുന്നേ കഴിക്കുക. എന്നിട്ട് നേരെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ നൈറ്റിൽ ഡിന്നറിൽ നമുക്ക് ഹെവി ആയിട്ടൊന്നും കൊടുക്കാതിരിക്കുക, പ്രോട്ടീൻ കൊടുക്കുക, പ്രോട്ടീൻ ഫുഡ് കൊടുക്കുക. അതേപോലെ സാലഡ്, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ചെറിയ സാലഡ് ഐറ്റംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലീൻ ബൾക്കായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അത് നമ്മൾ എന്ത് ചെയ്യുക, എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1 ദിവസത്തിനും 2 ദിവസത്തിൻ്റെ അല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ അടുത്തത് നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ കിട്ടുന്ന ഒരു സാധനമല്ല. പതുക്കെ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്കറിയാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേ കാലം ഒരേപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ആളുകൾ ചോദിക്കുകയൊക്കെ ചെയ്യും, നെഗറ്റീവ് എത്ര കാലമായി ജിമ്മിലുണ്ട്, ഒരു മാറ്റമില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഒരുപാട് ചോദ്യം കേട്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ബോഡീനകത്തുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് കാണണം. മീൻസ് ഞാൻ അങ്ങനെ ഇതുപോലെ നോർമൽ ഫുഡും കഴിച്ച് ഇങ്ങനെ പോവുക, കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഇയർലി 1 ടൈമെങ്കിലും ഒന്ന് ഫാറ്റ് കട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഫാറ്റ് കട്ട് തുടങ്ങിയത്. അപ്പോൾ ഫാറ്റ് കട്ട് തുടങ്ങി അത് മിസ്റ്റർ ഇന്ത്യ ലെവൽ വരെ എത്തി, താങ്ക് ഗോഡ്. അപ്പോൾ നമ്മളെ ഫിസിക്ക് എന്താണോ, നമ്മളെ ബോഡിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫുഡ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം സ്ലീപ്പ്, റെസ്റ്റൊക്കെ കൊടുത്ത് ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യുക, ബോഡീനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, ബോഡിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡുകൾ കൊടുക്കുക, ഓയിലി ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബോഡിയിൽ റിസൾട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാനിതുപോലെ കുറേയൊക്കെ ചെയ്തിരുന്നു, കുറച്ച് നിർത്തും, കുറച്ച് ചെയ്യും, അപ്പോൾ അത് പറ്റില്ല. കണ്ടിന്യൂറ്റി വേണം എല്ലാത്തിനും. അപ്പോൾ അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും, റിസൾട്ട് വരും പെട്ടെന്ന്. പിന്നെ അതും ഒരു മാക്സിമം ലിമിറ്റ് വരെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, അതൊക്കെ ചൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നല്ല ഫുഡ് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണോ എല്ലാ മീലിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രോട്ടീൻ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ബോഡി ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ കാർബ് പ്ലാൻ ചെയ്യാം. അത്രേ ഉള്ളൂ പരിപാടി.